അക്ഷരമേ, നിന്നെ എനിക്ക് ഇക്ഷ പിടിച്ചു നിന്നിൽ അരമുള്ളതിനാൽ എന്നാണ് കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ. എല്ലാ കുട്ടികളും അക്ഷരത്തെ അരമായി കാണട്ടെ. ഇന്ന് ഈ ശിശുദിനത്തിൽ കുട്ടികൾ വായിച്ചിരിക്കേണ്ട 5 പുസ്തകങ്ങൾ നമുക്ക് പരിചയപ്പെടാം. 5 അല്ല, ഒത്തിരിയുണ്ട്. എന്നാലും ഇന്ന് 5 മതി. 5 പുസ്തകങ്ങളിൽ ആദ്യത്തേത് ഒരച്ഛൻ മക്കൾക്കയച്ച കത്തുകളാണ്. നമ്മുടെ പ്രിയങ്കരനായ ചാച്ചാജിയാണ് ഇതിന്റെ രചയിതാവ്. 10 വയസ്സുള്ള തൻ്റെ മകൾക്ക് എഴുതിയ ഈ കത്തുകൾ മാതാപിതാക്കൾക്കും മക്കൾക്കും അധ്യാപകർക്കും ഒരു വഴിവിളക്കാണ്. കത്തുകളുടെ രൂപത്തിൽ എഴുതിയിട്ടുള്ള ഈ പുസ്തകത്തിന്റെ ഉദ്ദേശത്തെപ്പറ്റിയും നെഹ്റുജി പറയുന്നുണ്ട്. ഇത് വായിക്കുന്നവർ ഈ ലോകം അനേകം രാഷ്ട്രങ്ങളടങ്ങിയ വലിയ ഒരു ലോക കുടുംബമാണെന്ന് ക്രമേണ ചിന്തിക്കാൻ തുടങ്ങും. ഭൂമിയുടെ ഉദ്ഭവം, മനുഷ്യന്റെ പരിണാമം, പ്രകൃതിയുടെ വൈവിധ്യം, ഭാഷ, ചരിത്രം, സംസ്കാരം, ഇന്ത്യയുടെ പൈതൃകം തുടങ്ങിയ വിഷയങ്ങളാണ് കത്തുകളുടെ ഉള്ളടക്കം. രണ്ടാമത്തെ പുസ്തകം കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന മറ്റൊരു മഹാനായ ഭാരതീയൻ്റേതാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരനായി മാറിയ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ എൻ്റെ ജീവിതയാത്ര. അദ്ദേഹത്തിൻ്റെ 8 പതിറ്റാണ്ട് നീണ്ട ജീവിതത്തിലെ കഷ്ടപ്പാടുകളും വെല്ലുവിളികളും ഓർത്തെടുക്കുകയാണ് ഈ പുസ്തകത്തിൽ. അച്ഛൻ, അമ്മ, പെങ്ങൾ, ആദ്യ ഗുരു, മാർഗദർശി എന്നിവരെക്കുറിച്ചൊക്കെ കലാംജി ഹൃദ്യമായ ഓർമ്മകൾ അയവിറക്കുന്നു. ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ചും പരാജയത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ചും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. മനോഹരമായ ഈ ഓർമ്മക്കുറിപ്പുകൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ മറ്റു പുസ്തകങ്ങൾ പോലെ തന്നെ പ്രചോദനം പകരുന്നതാണ്. മൂന്നാമത്തെ പുസ്തകം റിയാന്റെ കിണർ. കേട്ടാൽ കഥ പോലെ തോന്നുന്ന ഒരു കൊച്ചുകുട്ടിയുടെ കഥ. ജലത്തിനായി ഒറ്റയ്ക്ക് പോരാടിയ ഒരു കുട്ടിയുടെ അസാധാരണമായ ജീവിതകഥ. ആഫ്രിക്കയിൽ ഒരു കിണർ കുഴിക്കാൻ $70 വേണ്ടിവരുമെന്ന് കേട്ട് അത് സമ്പാദിക്കാൻ ഒരു തൊഴിലാളിയെ പോലെ അധ്വാനിച്ച 1-ാം ക്ലാസ്സുകാരനെ കുറിച്ച് ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കാം. ഒരുപാട് തടസ്സങ്ങൾ അതിജീവിച്ച് ഒടുവിൽ റിയാന്റെ ആഗ്രഹം സാധിക്കുക തന്നെ ചെയ്തു. ഒരു 1-ാം ക്ലാസ്സുകാരൻ ചില്ലറത്തുട്ടുകൾ സമാഹരിച്ചു തുടങ്ങിയ സംരംഭം ലോകത്തിലെ മഹത്തായ സേവന പ്രസ്ഥാനമായി വളർന്ന ആവേശകരമായ കഥയാണ് റിയാന്റേത്. പ്രചോദനാത്മകമായ ഈ പുസ്തകം അബ്ദുള്ളക്കുട്ടി എടവണ്ണയാണ് രചിച്ചിരിക്കുന്നത്. ഇനി ഞാനൊരു കവിത ചൊല്ലാം. ABCDയിലുണ്ടൊരു തത്വം, കാലത്തിൻ തത്വം, ADക്കുള്ളിൽ കിടപ്പു BC എന്നാണ് ആ തത്വം. ഇതെഴുതണമെങ്കിൽ ആരായിരിക്കും? നമ്മുടെ സ്വന്തം കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണിവ. 4-ാമത്തെ പുസ്തകം കുഞ്ഞുണ്ണി കവിതകൾ. 676 ചെറിയ കവിതകളുടെ സമാഹാരമാണ് കുഞ്ഞുണ്ണി കവിതകൾ എന്ന ഈ പുസ്തകം. മാഷിന്റെ ഒരു കവിത വായിക്കാൻ ഒരു നിമിഷം മതി. പക്ഷേ ആ വാക്കുകളെക്കുറിച്ച് നമുക്ക് ഏറെ നേരം ചിന്തിക്കാൻ തോന്നും. ഉദാഹരണത്തിന് ഈ ഒറ്റവരി കവിത നോക്കൂ. കവിതയിൽ ഒരു വിതയുണ്ട്, കവി വിതയ്ക്കുന്നു വായനക്കാരുടെ മനസ്സിൽ. അവിടെയാണ് കവിത മുളച്ചു വരുന്നത്. കവിതയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാരും വായിക്കണേ ഈ പുസ്തകം. 5-ാമത്തെ പുസ്തകം 1,00,000-ലേറെ കോപ്പികൾ മലയാളത്തിൽ വിറ്റിട്ടുള്ള ഒരു ബെസ്റ്റ് സെല്ലറാണ്. ടോട്ടോച്ചാൻ, ജനാലക്കരികിലെ വികൃതിക്കുട്ടി എന്ന ഈ പുസ്തകം തെത്സുക്കോ കുറയാനഗിയാണ് എഴുതിയത്, ജാപ്പനീസ് ഭാഷയിൽ. ടോട്ടോച്ചാൻ എന്ന വികൃതി പെൺകുട്ടിയുടെ ഹൃദയം കവർന്ന ടോമോ വിദ്യാലയവും അവിടത്തെ സ്നേഹനിധിയും ഭാവനാശാലിയുമായ ഹെഡ് മാസ്റ്റർ കൊബായാഷിയും നമ്മളെ ഒരുപാട് ആകർഷിക്കും. ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കാൻ തോന്നുന്ന ഉജ്ജ്വലമായ ഈ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് പ്രസിദ്ധ കവി അൻവർ അലിയാണ്. ഈ 5 പുസ്തകങ്ങൾ മാത്രമല്ല, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇന്ന് ലോകമെമ്പാടുമുള്ള വിവിധ പുസ്തകങ്ങൾ വിവിധ ഭാഷകളിൽ ലഭ്യമാണ്. വായന ജീവിതത്തിന്റെ പ്രകാശമാണ്. വായിക്കുക. ക്യാമറാമാൻ മനു M. നായർക്കൊപ്പം ദേവബാല, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.